ശരി, ഇപ്പോൾ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ട് പോയെടുത്ത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ സഹോദരന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ കുഞ്ഞ് ഉറങ്ങുകയായിരുന്നു, അവന് ഒന്നും അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. അവന് വാഹനത്തെക്കുറിച്ച് അറിയില്ല. ഡാൻ അവിടെ നിന്നും തുടരുന്നുണ്ട്. ഈ വലിയ അവനൊരു ആശങ്കയും പേടിയും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ എല്ലാവരും കൂടി ചെന്നപ്പോൾ അവനെ പുതപ്പുകൊണ്ട് മുഖം നടക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അവനൊന്നും അറിഞ്ഞിട്ടില്ല. ഡാൻ തുടരുന്നുണ്ട് അവിടെ നിന്നും. ഡാൻ, വലിയ ആശങ്ക ആ കുഞ്ഞിനുണ്ട്. നമ്മൾ എല്ലാവരെയും കൂടി കാണുമ്പോൾ അതിന്റെ ഒരു പേടിയും കൂടി ഉണ്ട്, ക്യാമറയും മൈക്കും ഒക്കെ കാണുമ്പോൾ. അപ്പൊ ആ കുഞ്ഞിനൊന്നും അറിയില്ല, അവൻ അതൊന്നും കണ്ടില്ല, ഈ വാഹനത്തെ കുറിച്ച് അവനൊന്നും അറിയില്ല, അങ്ങനെയാണല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും 2 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വൃദ്ധയായ സ്ത്രീക്കൊപ്പം ഇവിടെയുള്ളത്. ഈ 2 പേരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ്. ഇവരുടെ ബന്ധുക്കളാണോ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ഒരു പരിഭ്രമം അവരുടെ എല്ലാവരുടെയും മുഖത്തുണ്ട്. പക്ഷേ കാര്യമായ ഈ അന്വേഷണത്തെ സഹായിക്കുന്ന തരത്തിലുള്ള കാര്യമായ വിവരങ്ങളൊന്നും ഇവർക്കും അറിയത്തില്ല എന്നാണ് ഇതുവരെ മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് നൽകിയ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ നിലവിൽ ഈ 2 കുഞ്ഞുങ്ങൾ, ഈ സഹോദരങ്ങൾ, മേരിയുടെ സഹോദരങ്ങൾ പേട്ട പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊന്നും നൽകാൻ മാതാപിതാക്കൾക്കും കഴിയുന്നില്ല. പോലീസ് നൽകുന്ന പോലീസ് മൊഴിയെടുക്കുന്ന താമസിക്കുന്ന ഒരു അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഏതെങ്കിലും മുൻ മന്ത്രി പരാതിയോ കടകംപള്ളി സുരേന്ദ്രൻ പോലീസിന്റെ സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നിരീക്ഷണമുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് ലക്ഷ്യത്തേക്ക് ഈ പരിസരം വിജനമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള കച്ചവടമൊക്കെ ഇത് നടക്കുന്നുണ്ടെന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഞാൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് റോഡ് ചുറ്റണം, അവിടെ ആരെങ്കിലും കൂടി നിൽക്കണമെങ്കിൽ അവരെ ശ്രദ്ധിക്കണമെന്നെല്ലാം പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ തന്നെ പോലീസിന്റെ സാമാന്യ രീതിയിലധികമുള്ള നിരീക്ഷണം നടക്കുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. കുട്ടിയുടെ അമ്മയാണ് ആദ്യം ഉണർന്നപ്പോൾ കുഞ്ഞിനെ കാണാതെ പോയെന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊച്ചവെച്ചതിന് ശേഷമാണ് മൂത്തയാള് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള കാര്യം മൂത്ത കുട്ടി അറിയുന്നത്.